ഡാനി, നന്ദഗോവിന്ദം ഫാൻസിന്റെ ഭജനയുടെ കാര്യമേ, ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഇപ്പോൾ UK ഇത് വരുമ്പോൾ ഞങ്ങൾ നവംബറിൽ പോകാനിരിക്കുന്നതൊക്കെയാണ്. ഈ ആക്ച്വലി ശശികലയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. എന്തായാലും വർഗീയ ഇട്ടേക്കുന്ന കണ്ടിട്ട് എനിക്ക്, കാരണം ഇവർ പറയുന്നുണ്ടല്ലോ, നമ്മളൊക്കെ സ്കൂളിലൊക്കെ ക്രിസ്ത്യാനി സ്കൂളിലും അല്ലെങ്കിൽ ഹിന്ദു കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പം നമ്മളെല്ലാവർക്കും അങ്ങനെ ഒരു ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അയാൾ തന്നെ, നവീൻ തന്നെ പറയുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്കാരാണ് പാർക്കിംഗ് കൊടുത്തതെന്നും പിന്നെന്തുവാ മെഴുകുതിരി കത്തിച്ച് വെക്കുമെന്നും ഇതൊക്കെ. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഉത്സവത്തിന് ഇത് പോകുമ്പോൾ പഴങ്ങളും അതും ഇതും എല്ലാം കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് എന്തായാലും വർഗീയത അവർക്ക് ഇഷ്ടപ്പെട്ടു. BJP-കാർക്ക് എന്തായാലും അതിനെ ഒരു സംഭവമാക്കി ആൾക്കാരിലേക്ക് കുത്തി നിറച്ച് ഇതാക്കാനുള്ള ഇതായി. അവർ നല്ല സൂപ്പറായിട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. എന്തോ ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ പള്ളിയിലെ പെരുന്നാളിനൊക്കെ വന്ന് സിനിമാ പാട്ടാണെങ്കിൽ പോലും എല്ലാം പാടുന്നത് വേൽമുരുകനും അതും ഇതുമല്ല അല്ലേ, അതിൻ്റെ അല്ലേ ആൾക്കാർ നല്ലതായിട്ട് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ നന്ദഗോപൻ ഭജൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്ന കാര്യം അറിഞ്ഞില്ലായിരുന്നു. ശശികല ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ചിക്കൻ്റെ കാര്യം പറയാം. എന്തോ ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിൽ ഇടരുത്. ക്ഷേത്രത്തിൽ ക്രിസ്ത്യാനി ഭജന ഗാനം ആലപിച്ച നന്ദഗോവിന്ദ ഭജൻസിനെതിരെ KP ശശികല ഈ പന്ന ഉണ്ടല്ലോ, പറഞ്ഞാൽ കൂടിപ്പോവും. ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ശശികല കേരളത്തിലെ ഒരു യൂട്യൂബർ പോലും നല്ലത് പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് അറപ്പ് തോന്നാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു കൊച്ചു കൊച്ചിനെ പോലും വെച്ച് വർഗീയത സംസാരിച്ച ഒരു സ്ത്രീയാണ്. എന്ത് യോഗ്യതയുണ്ട് ഇവർക്ക് ടീച്ചർ എന്ന് പറയാൻ പോലും? സത്യം പറയാലോ, ഇവർ ഈ എന്താ പറയുക, ഈ BJP-കാർക്ക് ഏറ്റവും കൂടുതൽ നാണക്കേട് വരുത്തുന്ന ഒരു വ്യക്തിയാണ്. എവിടെ പറയണം, എങ്ങനെ പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു ഇത്. നമ്മുടെ അർജുൻ മരിച്ചുപോയ സമയത്താണെങ്കിൽ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ പറഞ്ഞു കാണില്ലേ. കർണാടകയിലൊരു ട്രക്കുമായിട്ട് പോയ അർജുൻ്റെ കേസ് കേട്ടിൽ പോലും അവിടെയും വേറെ രീതി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇവരുടെ കണ്ണിലെല്ലാം മോശമായിട്ടുള്ള രീതിയിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്ത് അതിൽ ഈ പറയുന്ന നന്ദഗോപൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തെറ്റെന്ന് കണ്ട് അത് വീഡിയോ പറയും. ഈ അടുത്ത സമയത്ത് ബിഗ് ബോസ് സമയത്താണെങ്കിൽ അനുമോടെ ഭയങ്കര ഫാനായിരുന്നു. അനുമോടെ കുറച്ച് നെഗറ്റീവ് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തോട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഇത് അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ എനിക്കത് സംസാരിച്ചാൽ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഡാനി സത്യൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഹിന്ദുവാ, ക്രിസ്ത്യാനിയല്ല. ഇനി അത് പറയരുത്. നിങ്ങളിപ്പോൾ ആദ്യം കേട്ടൊരു വോയിസ് എനിക്കൊരു ചേച്ചി അയച്ചു തന്നെയാണ്. അവർ ക്രിസ്ത്യാനിയാണ്. അവരും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ഉത്സവത്തിലും ഗാനമേളയ്ക്കൊക്കെ വേൽമുരുകി എടുക്കുക. അപ്പോൾ അത് പള്ളിയിലാണെങ്കിലും പള്ളിക്കകത്തല്ല, ഇനി വേറെ ഒന്നും ഉണ്ടാക്കി വെക്കരുത് ആരും. പുറത്താണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ, റോഡിൽ കൂടെ പോകാനും ഇതുപോലുള്ള പാട്ടുകൾക്ക് ആൾക്കാർക്ക് അടിച്ചു പൊളിക്കാനുള്ള പാട്ടുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ എന്തിനാ എത്രമാത്രം ഈ ജാതിയും മതവും ഒക്കെ കയറ്റി സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അറിയാൻ വയ്യത്തോട് ചോദിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. ഇതിൻ്റെ പേരിൽ ഇപ്പം അവൻ എന്നോട് പിണങ്ങിയാലും എനിക്ക് വിഷയമൊന്നുമില്ല, അവന് സീൻ ഉണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇട്ടേക്കാം. വിട്ടേ, കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കാണും നിങ്ങൾ. ഇതൊരുമാതിരി കുത്തിത്തിരിപ്പാവുന്ന രീതിയിലായി പോകുന്നു. പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പം ഇവിടെ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരും അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. നന്ദഗോവിന്ദം ഭജനാസ് അടിപൊളിയായിട്ടാണ് ഒരു പ്രസന്റ് ചെയ്യുന്നത്. കേട്ടിരുന്നാൽ തന്നെ നമ്മളങ്ങ് ഇരുന്നു ആ ലെവലിലാണ് ഇവര് ഭജന പാടുന്നത്. കേൾക്കാൻ നല്ല രസമാണ്, നല്ല ആറ്റിറ്റ്യൂഡാണ്, കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ പറച്ചിലായിട്ട് അവർക്ക് സപ്പോർട്ട് ഇല്ലെന്നാണോ നീ പറയുന്നേ? എടാ, ശശികലയെ പോലുള്ള ഒരു നാറി വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ കുറെ തന്തയില്ലാത്തവന്മാരുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കുറെ തന്തയില്ലാത്തവന്മാരെന്ന് തന്നെ പറയാം. എൻ്റെ ഈ അടുത്ത സമയത്തൊന്നും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതല്ല. കാരണം ഇവിടെ ജാതി മതത്തിനെ വെച്ച് കളിക്കുന്ന ഇതുപോലുള്ള തന്തയ്ക്ക് പറക്കാത്ത ആൾക്കാർ അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഇതിനെക്കുറിച്ച് പറയത്തുള്ളൂ. അവർക്കൊക്കെ പോയി സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താ അവർക്ക് കുഴപ്പം? എന്താ? അവർക്കൊരു കുഴപ്പവും ഇല്ല.
കുറെ എണ്ണം ഉണ്ട് ഇവിടെ. അറിയാലോ ഇവിടെ ആരാ ജാതി മതത്തിന്റെയും പേരും അമ്പലത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടക്കുന്നതും തോന്നിവാസം കാണിക്കുന്ന ഏത് ആൾക്കാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അവന്മാരെ പോലുള്ള നാറുകൾ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള കമന്റും കാര്യങ്ങളും തോന്നിവാസങ്ങളെ പറിച്ചു വിടുകയും ചെയ്യുന്നത്. മനസ്സിലാക്കണോടാ, ഇനിയെങ്കിലും മനസ്സിലാക്കണം. നീ പറ. ആയിട്ട് പായസത്തിൽ കൊണ്ട് ചിക്കൻ മസാല കലക്കിയിരിക്കുകയാണ് ഈ പറയുന്ന നന്ദ ഗോവിന്ദം ഭജനാസ്. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഈ ചെയ്ത പ്രവൃത്തിയോട്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ മതം മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും. പിന്നെന്തോ ഈ പറയുന്നേ? ഇവ നീ ഇത് പറയുന്നില്ലെങ്കിൽ പോലും കാണുന്നവർക്ക് അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഇവിടെ താൻ കുറ്റക്കാരനാവത്തേ ഉള്ളൂ. നീ കുറ്റക്കാരനെ ആകത്തുള്ളൂ ഈ ഒരു കേസ് കേട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എടാ ഈ പാട്ടും കാര്യങ്ങളും ഒക്കെ എന്താ ആ ഒരു സെൻസിൽ എടുക്കണം, എല്ലാവർക്കും സമാധാനം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. വേണ്ട, അത് പറഞ്ഞാൽ ഇനി വേറെ തരത്തിലായിപ്പോവും. ഞാൻ എൻ്റെ വായിൽ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ വരും. കാരണം അതുപോലത്തെ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവർക്ക് എത്തി കൊട്ടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ പറയുന്നത് കേക്ക്. പ്രത്യേകിച്ച് ഈ വിഷയം സംസാരിക്കുന്ന ഞാൻ ക്രിസ്ത്യൻ മതത്തിലുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചിട്ട് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ ഒരിക്കലും. അമ്പലങ്ങളിൽ ചെയ്യേണ്ടത് അമ്പലങ്ങളിൽ തന്നെ ചെയ്യണം, പള്ളിയിൽ ചെയ്യേണ്ടത് പള്ളിയിൽ തന്നെ ചെയ്യണം. അല്ലാണ്ട് അമ്പലത്തിൽ ചെയ്യേണ്ടത് പള്ളിയിലും പള്ളിയിൽ ചെയ്യേണ്ടത് അമ്പലത്തിലും ചെയ്യേണ്ട കാര്യമില്ല. ഓരോ സ്ഥലങ്ങളിൽ അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് അമ്പലത്തിൽ നമുക്ക് മതേതരത്വം പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലത്തെ പാട്ട് പാടേണ്ട ഒരു കാര്യമില്ല. അത് തെറ്റാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ അമ്പലത്തിലായാലും പള്ളിയിലായാലും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ അങ്ങോട്ട് പോട്ടെ. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. അല്ല, അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പോലെ പള്ളി ചെയ്യാൻ പറ്റത്തില്ല. പള്ളി ചെയ്യുന്ന പോലെ അമ്പലത്തിലും പറ്റത്തില്ല. അത് പിന്നെയും പറഞ്ഞ ഓക്കെ, അന്തസ്സുണ്ടെന്നെങ്കിലും പറയാം. എടാ പാട്ടെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എവിടെയും പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ റോഡിക്കൂടെ ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ഇപ്പൊ റോഡിക്കൂടെ ഒരു പരിപാടി പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പാട്ടുകളൊക്കെ ഇടും. എൻജോയ് ചെയ്യാൻ വേണ്ടി വേൽമുരുക അത് വിടും, വേറെ പലതും വിടും. ഇവിടെ ക്രിസ്മസിന് കരോളിന് പോകുന്ന നമ്മുടെ ചിങ്ങോലി ഭാഗം ചേപ്പാട് ഭാഗത്തിലെ പിള്ളേരൊക്കെ ഞാൻ സ്ഥിരം സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോഴെല്ലാം ഈ പറയുന്ന എല്ലാ പാട്ടും ഇടും. അവരുടെ പാട്ടിടും, അതായത് മലയാളം പാട്ടിടും. സടക്ക് ഇതൊക്കെ ഇട്ടോണ്ടാ പോകുന്നേ. അവർക്ക് എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ ഒരു മൈൻഡേ ഉള്ളൂ. പക്ഷെ ഇതുപോലുള്ള സംസാരങ്ങൾ, ശശികളെ പോലുള്ള ഒരു ആണും പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിന് പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് ആ ഒരു ശശികല എന്ന് പറയുന്നത്. ഇപ്പൊ നീ സംസാരിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് വരും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ പറഞ്ഞ ശശികളെ സ്ഥിരം തെറി വിളിച്ചുകൊണ്ടിരുന്നവനാണ് ഈ പറയുന്ന അതുല്. എനിക്കറിയാം, ഞാനും അവനും കൂടെ ചെയ്തോണ്ടിരുന്നത്. ഈ ശശികല ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വിഷമെന്ന് പറഞ്ഞാൽ വിഷമാണ്. അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ഉള്ള രീതിയിലാണ് ഇത്. ചുമ്മാ വെറുതെ ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലത്തെ ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് അവിടുത്തെ ആചാരങ്ങളെയും കാര്യങ്ങളൊക്കെ അപമാനിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പള്ളിയിൽ പോയിട്ട് അമ്പലത്തിലെ പാട്ട്, അമ്പലത്തിൽ പോയിട്ട് പള്ളിയിലെ പാട്ട്, ഇതൊന്നും പാടേണ്ട കാര്യമില്ല. ഇവിടെ നന്ദഗോവിന്ദ ഭജനാസ് കാണിച്ചിട്ടുള്ളത് മോശമെന്നേ ഞാൻ പറയത്തുള്ളൂ. കോപ്പാണ്. ഒന്ന് പോടാറൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനത് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു സെൻസർ എടുക്കാൻ പറ്റും. അവിടെ അമ്പലത്തിലാ, ഇപ്പൊ ഇതുപോലുള്ള അമ്പലത്തിലാണെങ്കിൽ എവിടെ ആണെങ്കിലും ഇതുപോലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും വരും. ഇപ്പം ഒരു പള്ളിയിലാണെങ്കിൽ ഒരു പരിപാടി നടത്തി കിടന്ന് അവിടെ ഹിന്ദു വരരുതെന്നോ മുസ്ലിം വരരുതെന്നോ ഒന്നും നിയമമൊന്നുമില്ലല്ലോ. എല്ലാവരും വരും, കാണും, ആസ്വദിക്കുകയും ചെയ്യും. ഇവരുടെ പരിപാടി കാണുമ്പോൾ ഒരു സമാധാനമാണ്. ഞങ്ങളുടെ അടുത്ത് ഏവൂർ ഒരു സ്ഥലത്ത് ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എന്താ പറയണ്ടേ, ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മുസ്ലിംസ് ഉണ്ടായിരുന്നു കൂടുതലും, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു കൂടുതലും. ഇങ്ങനെയൊക്കെ സംസാരിക്കുവാണെങ്കിൽ എന്നാൽ പിന്നെ എന്താ പറയണ്ടേ, അമ്പലത്തിലെ ഹിന്ദുക്കൾ മാത്രം കയറിയാൽ മതി, ഈ പറഞ്ഞ ക്രിസ്ത്യൻസോ മുസ്ലിമോ കയറണ്ട. നമ്മുടെയൊക്കെ അവിടെ അമ്പലത്തിലൊക്കെ എല്ലാവരും വന്ന് പോകാറൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങൾ. ഇപ്പം മുസ്ലിം പള്ളിയിലാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ട്, പള്ളി പോയിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്. എന്തിനാ ഇമാതിരിയൊക്കെ കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്ന വല്ല ആരുമുണ്ടോ? ഒരു ആവശ്യവുമില്ല. ഇതിപ്പം എന്താ പറയാ, ഈ അടുത്ത സമയത്ത് ഈ BJP-കാർ തന്നെ ഈ പറയുന്ന നന്ദഗോവിന്ദന്റെ പാട്ടൊക്കെ വെച്ച് ഇപ്പം ചിലയിടത്ത് പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുമല്ലോ. അപ്പൊ അതൊക്കെ ബൂസ്റ്റ് ചെയ്തത് ഈ ഇലക്ഷൻ സമയത്തൊക്കെ BJP-കാരായിരുന്നു കൂടുതലും ബൂസ്റ്റ് ചെയ്തത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ വേടനെ യൂസ് ചെയ്ത പോലെ. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒന്ന് ക്രിസ്ത്യൻസിന്റെ ഒരു പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ദേ കിടക്കുന്നത് ശശികല ടീച്ചറിന്റെ ഈ തോന്നിവാസങ്ങൾ. അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന ഈ മോക്കൊക്കെ വേണ്ടിയാണോ നീയൊക്കെ സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഗാനമേളയിലാണെങ്കിൽ ഇപ്പൊ അമ്പലത്തിൽ ഒരു ഗാനമേള വെച്ചു, അത് ഗാനമേളയാകുമ്പോൾ അമ്പലത്തിന് പുറത്ത് വെച്ചാണ് നടത്തുന്നത്. വേണമെങ്കിൽ ഒരു പള്ളിയിലെ പാട്ടൊക്കെ പാടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗാനമേളയ്ക്ക് എന്തുവാ പള്ളിയിലെ പാട്ട്? അതെന്തുവാ? എന്തോ ഗാനമേള?
ഗാനമേള എന്തോ അതും കൂടെ പറ. ഗാനമേളയ്ക്ക് പള്ളിയുടെ പാട്ട് പാടി എന്നാ പറയുമ്പോൾ എന്തെങ്കിലും ലോജിക്കായിട്ട് സംസാരിക്കണം. ഇത് ഇപ്പൊ എനിക്കിപ്പോ 3-4 പേര് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവരുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ കണ്ട് ഫേസ്ബുക്കിൽ എങ്ങാണ്ട് 9 ലക്ഷം വ്യൂ അങ്ങാണ്ട് പോയി. അത് കണ്ടിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് ഇവൻ എന്തോ ഈ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞ അഭിപ്രായം പറയുകയാണെങ്കിൽ അവിടെ കൂട്ടുകാരനൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു രീതി. ഇത് ഇച്ചിരി ഓവറായിപ്പോയി. അമ്പലത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന ഭജന, അല്ലെ? ആ സ്ഥിതിക്ക് അത് ഈ ആൾക്കാരിരുന്ന് കാണുന്നതും അല്ലെങ്കിൽ ആസ്വദിക്കുന്നതും കേൾക്കുന്നതും വിശ്വാസത്തോടു കൂടിയാണ്. ഏത് വിശ്വാസത്തോടു കൂടിയാണ്? അതായത് അമ്പലത്തിന്റെ ഉള്ളിൽ വന്നിരുന്ന് ഭജന കാണുന്നത് ആ ഒരു വിശ്വാസത്തോടു കൂടിയും ആ ഒരു ആചാരത്തോടു കൂടിയുമായിരിക്കും. ആ സ്ഥിതിക്ക് അവിടെ ഇരിക്കുന്നത് ഹിന്ദുക്കളായ ആൾക്കാർ തന്നെയാണ്, അല്ലെ? അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ വന്നിരിക്കുന്നത് അവരുടെ മതത്തിന്റെ ആ ഒരു ആചാരങ്ങളും ആ ഒരു സംഭവങ്ങളും ആ ഒരു ഭജനകളും കേൾക്കാനൊക്കെയാണ്. അതിന്റെ ഇടയിൽ വന്നിട്ട് നമുക്കിവിടെ പള്ളിക്കാരെയും കൂടി മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് പാടുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. നമുക്ക് ഹിന്ദുക്കാർക്കില്ലാത്ത പ്രശ്നം എന്താ അതുൽ വ്ലോഗ്സിനുള്ളത്? അതുലേ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്നില്ല, അതുൽ ബാബു അങ്ങനെ തന്നെ നമുക്ക് പറയാം. നിന്റെ യഥാർത്ഥ പേര് അതാണല്ലോ. ഇവിടെ ഹിന്ദുക്കൾക്കും ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക്. ഈ എന്താണെന്നറിയോ, ഇവിടെ BJP-ക്കാരെന്ന് വെച്ചാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ആകും, അത് കഴിയുമ്പോൾ കറുവേപ്പില പോലെ എടുത്ത് കളയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കണം. ഇപ്പം അയാൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എടാ ഇവിടെ എന്ന് വെച്ചാൽ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ കമന്റ് ഇടുന്നുണ്ട്. നമ്മുടെ നാട്ടിലേ ഉള്ളായിരുന്നു എൻ്റെ പൊന്നെ അതുലെ ഈ ജാതി മതം അതിൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ വഴക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഇതുപോലുള്ള ഞാൻ പ്രളയം വന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പ്രളയം വന്ന സമയത്തെല്ലാം ഭയങ്കര ഒറ്റക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ മതവും ജാതിയൊക്കെ പറയുന്ന കുറേ നാറികളുണ്ട്. അതായത് ഇപ്പം ഇവർ ഈ ക്രിസ്ത്യൻസിൻ്റെ എന്താ പറയുക, ഈ ക്രിസ്ത്യൻസിൻ്റെ വിഷയം വന്നപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസ് നിങ്ങൾ ശരിയായില്ല, നിങ്ങൾ അങ്ങനെയാണ്, മറ്റേതാണ്, ഹിന്ദുക്കൾക്ക് നാണക്കേടാണ്, അങ്ങനെ എന്നൊക്കെ ഇടുന്ന കുറച്ച് ചെറ്റകളുണ്ട്. അവന്മാർ ചിലപ്പോൾ ഇതൊക്കെ കാണിക്കൂട്ടും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല. ഞാൻ ഇവനിൽ നിന്ന് ഇതൊട്ടും പ്രതീക്ഷയില്ല. നമുക്കിപ്പോൾ എല്ലാവരും ബഹുമാനിക്കുക, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്രിസ്ത്യനാണ് എന്ന് വെച്ചിട്ട് ഞാനിപ്പോ ഈ അമ്പലത്തിൽ ക്രിസ്ത്യൻ പള്ളിയിലെ പാട്ട് പാടിയാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. നാളെ പള്ളിയിൽ വന്നിട്ട് അമ്പലത്തിലെ പാട്ട് പാടിയാലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്താണ് അതിന്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ അമ്പലത്തെ പാട്ട് കേൾക്കണം, അമ്പലത്തിൽ പോയി കേൾക്കാം. പള്ളിയിലെ പാട്ട് കേൾക്കണമെങ്കിൽ പള്ളിയിൽ വന്ന് കേൾക്കാം. അല്ലാതെ അമ്പലത്തിലെ പാട്ട് വന്ന് പള്ളിയിൽ പാടി അവിടെ കേൾക്കേണ്ട കാര്യമില്ല. അതുപോലെ പള്ളിയിലെ പാട്ട് അമ്പലത്തിൽ പാടി അമ്പലത്തിൽ പോയി കേൾക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പായസത്തിൽ ചിക്കൻ മസാല കലക്കണ്ട. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, വേറൊരു വ്യക്തി പറഞ്ഞ. നമുക്ക് അതിലോട്ട് വരാം. എന്തായാലും ഈ പാടിയ വചനപ്പാട്ട് നമുക്കൊന്ന് കേൾക്കാം. അതായത് അമ്പലത്തിൽ പാടിയ ക്രിസ്ത്യൻ പാട്ട്, ഭജന രൂപത്തിൽ പാടിയ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പം ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ബസ് നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്കിനുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് നമ്മുടെ ദേശവിളക്ക്. അപ്പോൾ ദേശവിളക്കിന് അവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെ പല സ്ഥലങ്ങളിലെ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരിവിടെ ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിൽ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? ശശികല ടീച്ചർ ഇട്ടിട്ടുള്ള പോസ്റ്റ് വായിക്കാം. ഇതുവരെ അവരെ ആരും അഭിനന്ദിച്ചിരുന്നില്ല. 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് നിന്ദിക്കാനായിരുന്നു. ചെറിയ പ്രഭാഗം അരുവിയാണ്, തോടാണ്, പുഴയാണ്. അവയൊക്കെ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാനും മനസ്സും ശരീരം കുളിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷെ പ്രഭാഗത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ചൂരൽ മലയിലൊക്കെ പ്രഭാക ശക്തി കൂടിയതിന്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിക്കൊണ്ട് ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിൽ ഇടരുത്. അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ യോജിക്കുന്നു. കാരണം നമ്മൾ എന്തിനാണ് ഒരു അടിയും വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്? ചിക്കൻ മസാല എവിടെ ഇടണം? ചിക്കനിലിടണം. പായസത്തിൽ എന്തിടണം? അവിടെ ഇടേണ്ട സാധനമാണ്. അല്ലാണ്ട് വന്നിട്ട് ചിക്കൻ മസാല ഉണ്ട് പായസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും?
ആ അവസ്ഥ തന്നെയാണ്. കറക്റ്റ് ഡയലോഗാണ് കേട്ടോ. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലോചിച്ച് വർഗീയത അടിയും വഴക്കും കുത്തും ഒക്കെ ആയിട്ടുണ്ട്. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം അതുപോലെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്താ നിങ്ങൾക്ക് തോന്നിയ ഇത് അത്രയും വലിയ സീനോ കാര്യങ്ങളൊന്നും ആക്കേണ്ട കാര്യങ്ങളല്ല. ശശികല ടീച്ചർ എന്താണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പോസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾ അവൻ്റെ അക്കൗണ്ടിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശശികല ടീച്ചർ നിങ്ങൾ അല്ലെങ്കിൽ പോട്ടെ, ശശികലയുടെ പേജിൽ പോയി നോക്ക്. ഒരു 2 വർഷത്തെ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരു നാണംകെട്ട വർഗത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. അത് ഇവരുടെ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഇത് ഏറ്റുപിടിക്കാൻ കുറേ എണ്ണം അടുത്ത് ഗ്രൂപ്പിൽ തള്ളും. എന്നിട്ട് പോയി അവന്മാരൊക്കെ തെറി വിളിക്കാൻ പറയും. എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അവരുടെ പാട്ട് കേട്ട് 10 ആൾക്കാർക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ വിജയമാണ്. ഈ പറയുന്ന എനിക്കും അതിനും ഒന്നും കൊണ്ടു തരാൻ പറ്റത്തില്ല. അത് ഞാൻ സംഗീതം പഠിച്ചൊരു വ്യക്തിയാണ്, 6 വർഷം സംഗീതം പഠിച്ചതാണ്. ഞാൻ പാടിയിട്ട് ഉണ്ട്. ഇപ്പം എനിക്ക് ആ ഒരു ഫീൽഡിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇപ്പം വേണ്ട നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കണ്ടിൽ അങ്ങനെയാണ് കാണുന്നതെന്നറിയാം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങളെടുത്ത് ശശികലയെ പോലുള്ള വ്യക്തികൾക്ക് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ പല ആൾക്കാർക്ക് ഊർജ്ജം കൂടത്തേ ഉള്ളൂ. അതായത് അവന്മാർ തോന്നിവാസം കാണിക്കാൻ പിന്നെയും അവർക്ക് ഇത് ഊർജ്ജം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ശശികലയെ പോലുള്ളവർക്കൊന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇത് പേഴ്സണലി വിളിച്ച് പറയുന്നതിനേക്കാളും നല്ലത് പിന്നെ വീഡിയോ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ രാവിലെ ഞങ്ങൾ സംസാരിച്ചതാണ് ഇതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്യായം പോലെ ഞാനൊരു ഒട്ട് തരാം എന്നും പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ബൈ, ലവ് യു.